This is the continuation video of our PC algorithm example. നമ്മൾ മുന്നേ ചെയ്ത ഒരു വീഡിയോയിൽ നമ്മൾ പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസിന്റെ അൽഗോരിതം എങ്ങനെയാണ് എന്നുള്ള അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിളും ചെയ്തിട്ടുണ്ട്. ആ സെയിം എക്സാമ്പിൾ തന്നെയാണ്. അപ്പം നമ്മൾ അതിലൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ലായിരുന്നു. ദർ ഇസ് എ കറക്ഷൻ ആൾസോ, ഞാൻ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഡാറ്റാ സെറ്റിൽ മേ ബി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൈൽ ഓഫ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോളംസ് ഉണ്ടായിരിക്കാം. അപ്പം നമ്മൾക്ക് അതിൻ്റെ വാല്യൂ ഒന്നും ഡിഫറൻസ് വരാണ്ട് നമ്മൾക്ക് അതിൻ്റെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് മാത്രം, ഇമ്പോർട്ടൻറ്റ് കോളംസ് മാത്രം, ഡയമെൻഷൻസ് മാത്രം എടുക്കുക എന്നത് ഒരു ഡയമെൻഷനാലിറ്റി റിഡക്ഷനിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾക്ക് പറയാം ഒരു 3D പിക്ചറിനെ നമുക്ക് എന്താക്കാം, 2D പിക്ചർ ആക്കാം. അപ്പോൾ അതിന്റെ ഒരു ഡയമെൻഷൻ നമ്മൾ എങ്ങനെ എടുത്തു കളയണം, അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷനെ 1 ഡയമെൻഷനിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് ചെയ്യുന്നത് എങ്ങനെ എന്നതാണ് ഈ എക്സാമ്പിളിലൂടെ നമ്മൾ നോക്കിയിരുന്നത്. സോ ആക്ച്വലി നമ്മൾക്കിപ്പോൾ ഇവിടെ 2 കോളം ആയിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഒരു 2 കോളം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത എക്സാമ്പിൾ ആണ്. ദെൻ അപ്പോൾ നമ്മൾ അതിന്റെ സ്റ്റെപ്പ് 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ പ്രോബ്ലം ഡാറ്റ എടുത്തു. സ്റ്റെപ്പ് 2 നമ്മൾ അതിന്റെ ഒരു മീൻ വെക്ടർ കാൽക്കുലേറ്റ് ചെയ്തു. മീൻ വെക്ടർ കാൽക്കുലേറ്റ് ചെയ്ത് അഥവാ 4.5 കിട്ടി. അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു, അതെല്ലാം മീൻ വെക്ടറുമായിട്ട് ഓരോ ഡാറ്റയും നമ്മൾ മൈനസ് ചെയ്തിട്ട് പുതിയൊരു ഫീച്ചർ വെക്ടർ പുതിയൊരു കുറച്ച് വെക്ടേഴ്സ് ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ കൊവാരിയൻസ് മാട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്തു. കൊവാരിയൻസ് മാട്രിക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അത് ഈ രീതിയിൽ നമ്മൾ ഓരോരോ മാട്രിക്സിന് വേണ്ടിയിട്ടും ഓരോരോ പോയിന്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊവാരിയൻസ് മാട്രിക്സ് ഉണ്ടാക്കി അതിന്റെ സം ഡിവൈഡഡ് ബൈ n ചെയ്തു. ടോട്ടലി നമ്മൾ കൊവാരിയൻസ് മാട്രിക്സ് ഉണ്ടാക്കി അത് ടോട്ടൽ ഇവിടെ സം ചെയ്തു. നമ്മുടെ n എത്രയാണ്, 6 നമ്പേഴ്സ് അല്ലേ നമ്മുടെ ഉള്ളത്, 6 എൻട്രീസ് ആണ് നമ്മുടെ ഡാറ്റാ സെറ്റിലുള്ളത്. അത് വെച്ച് ഡിവൈഡ് ചെയ്തു. അങ്ങനെ നമ്മൾക്ക് കൊവാരിയൻസ് മാട്രിക്സ് കിട്ടി. അതിനുശേഷം നമ്മൾ ആ മാട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് കുറച്ചൊരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് വീഡിയോയിലുണ്ട്. ഗോ ടു ദാറ്റ് വീഡിയോ. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ലാംഡ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം നമ്മൾ ആ ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, ഈ ഒരു ഫോമിലേക്ക് മാറ്റി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ലാംഡ സ്ക്വയർ മൈനസ് 8.59 ലാംഡ പ്ലസ് 3.09 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് എത്തി. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 വാല്യൂ ആണ് കിട്ടുന്നത്. ലാംഡ 1 ഈക്വൽ ടു 8.22, ലാംഡ 2 ഈക്വൽ ടു 0.38. അപ്പൊ ആക്ച്വലി നമ്മൾ എപ്പോഴും ബിഗർ വാല്യൂ ആണ് എടുക്കുക. സോ നമ്മൾ ലാംഡ 1 ഈഗൻ വാല്യൂ ലാംഡ 1 എന്ന് ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ഫർദർ സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അങ്ങനെ ആ 8.22 ലാംഡ 1 ബേസ് ചെയ്തിട്ട് നമ്മൾ ഇനി ഈ ഒരു ഇക്വേഷൻ ബേസിൽ നമ്മൾ ഇനി അതിന്റെ പ്രിൻസിപ്പൽ കമ്പോണന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ കൊവാരിയൻസ് മാട്രിക്സ്, ദെൻ x1 x2 ഈഗൻ വെക്ടേഴ്സ് അഥവാ നമ്മുടെ ഈഗൻ വെക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായിരിക്കും അതിന്റെ ബേസിലായിരിക്കും നമ്മൾ പ്രിൻസിപ്പൽ കമ്പോണന്റ്സിലേക്ക് എത്തുന്നത്. ദിസ് ഇസ് 8.22, ദിസ് ഇസ് ഓൾസോ അവർ ഈഗൻ വെക്ടർ. അപ്പൊ നമ്മൾ ഈഗൻ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഈഗൻ വെക്ടർ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഈ ഒരു മാട്രിക്സ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2.92 x1 പ്ലസ് 3.67 x2 ഈക്വൽ ടു 8.22 x1, പിന്നെ 3.67 x1 പ്ലസ് 5.67 x2 ഈക്വൽ ടു 8.22 x2. ഈ 2 ഇക്വേഷനും ചെയ്തു. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അഥവാ നമ്മൾ ഇവിടെ ഈ രണ്ടും x1 അല്ല, ഈ x1 അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ 5.3 x1 ഈക്വൽ ടു 3.67 x2 കിട്ടും. പിന്നെ 3.61 x1 ഈക്വൽ ടു 2.55 x2. ഇത് രണ്ടും നമ്മൾക്ക് ഇവിടെ ഇപ്പം നമ്മൾ 1 - 2 ചെയ്യുകയാണെങ്കിൽ 5 - 3 x1 മൈനസ് 3.67 x1 നമ്മൾക്ക് എത്ര കിട്ടും, 1.63 x1 ഈക്വൽ ടു, ഇനി നമ്മൾ 3.67 മൈനസ് 2.55 നമുക്ക് കിട്ടുന്നത് 1.12 x2 ആണ്.
അപ്പോൾ 1.12 ഡിവൈഡഡ് ബൈ 1.63 ചെയ്യുമ്പോൾ നമ്മൾക്ക് അപ്പോൾ കിട്ടുന്നത് x1 ഈക്വൽ ടു 0.687 ആണ്. അപ്പോൾ സോ 0.69 x2 കിട്ടും. നമ്മൾ ഈഗൺ വെക്ടേഴ്സ് എടുക്കുന്നത് നമ്മൾക്ക് x1 x2 ആണല്ലോ നമുക്ക് കിട്ടേണ്ട വാല്യൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ x1 ഇതിപ്പോ ഈ ഫ്രം 1 ഇക്വേഷൻ 1 ആണെങ്കിൽ x1 ഇവിടെ വെക്കുക, ഈ x2നെ ഇങ്ങോട്ട് താഴേക്ക് വെക്ടർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 3.67. ഈ x2ന്റെ കൂടെയുള്ള ഈ കോഎഫിഷ്യന്റ് ഇവിടെ വെച്ചിട്ട് x1ന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈഗൺ വെക്ടർ ആണ്. ഇനി ഫ്രം 2 ഓൾസോ നമുക്ക് ഈഗൺ വെക്ടർ കിട്ടുകയാണെങ്കിൽ x1 x2 എന്ന് പറഞ്ഞ ഈഗൺ വെക്ടേഴ്സ് ഇവിടെ 2.55 ആണ് ഇവിടെ ഉള്ളത് ഈ കോഎഫിഷ്യന്റ്. ഇവിടെ ഇത് താഴോട്ട് പോകുമ്പോൾ 3.67 ആണ്. ആക്ച്വലി നമുക്കിത് രണ്ടും സെലക്ട് ചെയ്യാം കേട്ടോ, രണ്ട് വഴിയിലൂടെയും പോവാം. ഈ രണ്ട് ഈഗൺ വെക്ടർ സെലക്ട് ചെയ്താലും നോ പ്രോബ്ലം, നമ്മൾക്ക് ഡയമെൻഷനാലിറ്റി റിഡക്ഷനിലേക്ക് നമ്മൾ എത്തും. പക്ഷെ നമ്മൾ ഇവിടെ 2 ആണ് സെലക്ട് ചെയ്തത്, 1 സെലക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈഗൺ വെക്ടേഴ്സിനെ 2.55 3.67 എന്ന ഈഗൺ വെക്ടർ ആക്കി 3.67 എന്ന ഈഗൺ വെക്ടർ നമുക്ക് കിട്ടി. സോ ദിസ് ഈഗൺ വെക്ടർ ഷുഡ് ബി ദ പ്രിൻസിപ്പൽ കമ്പോണന്റ്. ഓക്കെ, സോ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞത് ദിസ് ഇസ് എ പ്രിൻസിപ്പൽ കമ്പോണന്റ്. സോ നമ്മുടെ 6 എൻട്രീസ് ഉണ്ടല്ലോ, 6 2,1 എന്ന് പറഞ്ഞിരിക്കുന്ന ആ 6 എൻട്രീസിന് ഈക്വലന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ കമ്പോണന്റ് ആണ് എന്ന രീതിയിലാണ് ഞാൻ അത് കൺക്ലൂഡ് ചെയ്തിരുന്നത്. ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് പ്രിൻസിപ്പൽ കമ്പോണന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പൽ കമ്പോണന്റ് ബേസിൽ, സോ ഇതായിരുന്നു നമ്മുടെ 2 കോളം. ദിസ് ഇസ് ദ ഫസ്റ്റ് കോളം, ദിസ് ഇസ് ദ സെക്കൻഡ് കോളം. അപ്പൊ അതിന്റെ ബേസിൽ അതിന്റെ പ്രിൻസിപ്പൽ കമ്പോണന്റ് ആണ് നമ്മൾ ഈഗൺ വെക്ടർ ആക്കിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. സോ ദിസ് ഇസ് അവർ പ്രിൻസിപ്പൽ കമ്പോണന്റ് 2.55 3.67. സോ നമ്മുടെ ആക്ച്വൽ ഡാറ്റയെ നമ്മുടെ ഈഗൺ വെക്ടറുമായിട്ട് നമ്മൾ 2 ഡയമെൻഷണൽ ആയിട്ടുള്ള 2 കോളം ഉള്ള വാല്യൂ ആണെങ്കിൽ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? 2 into 2.55 plus 1 into 2.55 8.77. പിന്നെ 3 into 2.55 plus 5 into 3.67 7.65. അങ്ങനെ നമ്മുടെ 2 ഡയമെൻഷണൽ വാല്യൂവിനെ നമ്മൾക്ക് 1 ഡയമെൻഷണൽ ആയിട്ട് ഇവിടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. സോ ദിസ് ഇസ് ദ ആക്ച്വൽ വർക്കിംഗ് ഓഫ് ആക്ച്വൽ റിസൾട്ട് ഓഫ് ദ പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡയമെൻഷനാലിറ്റി റിഡക്ഷനിൽ ഇപ്പൊ നമ്മൾ x1 x2 എന്നുള്ള ബേസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു 6 വാല്യൂസ്, ഈ 6 വാല്യൂസിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 1 ഡയമെൻഷനൽ ആയിട്ട്, അഥവാ 1 കോളത്തിൽ അഥവാ 1 ഡയമെൻഷണൽ രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, വേറെ ഒരു ചേഞ്ചസും വരുത്താതെ. അതിന്റെ കറക്റ്റ് വാല്യൂയിലോ അല്ലെങ്കിൽ അതിന്റെ ഫർദർ അനാലിസിസിന് വേണ്ടി വേറെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് എങ്ങനെയാണ് ഇത് റെഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിയിരുന്നത്. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത് പ്രീവിയസ് വീഡിയോയിലാണ്. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.